ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്വാഭാവികം എപ്പോഴും സംഭവിക്കുന്ന പോലെ തന്നെ ഏട്ടൻ 4 പ്രാവശ്യം വിളിച്ചപ്പോഴും ഞാൻ അറിഞ്ഞില്ല. ആണെത്തി എന്താ ഇപ്പൊ മനസ്സിലായില്ലേ? നിങ്ങൾ പറയുന്നത് പോലെ ഡിവോഴ്സാക്കാൻ കല്യാണം കഴിച്ചവരല്ല, അന്വേഷിച്ചു വരും. അപ്പൊ ഞാൻ പറഞ്ഞ ഏട്ടൻ വരുന്നുണ്ട്, ഫുഡ് കഴിക്കാൻ പോകുന്നു. കാണിച്ചു. അപ്പൊ ഒരാളും കൂടിയുണ്ടേ. അപ്പം അഭിനയിക്കാൻ വേണ്ടി വന്ന ക്യാരക്ടർക്ക് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. സീക്രട്ടാണ്, സീക്രട്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. എനിക്കൊരാൾക്ക് ഇപ്പൊ പറയില്ല പിന്നെ പറയാം. നോക്കിയായിട്ടൊരു സൂപ്പർ അല്ലേ? പിന്നെ നമുക്ക് വലിയൊരു ബ്ലോഗർ ആക്കണം. എന്റെ ചാനലിന്റെ പേരെന്താണ്? ബ്ലോഗ് ബൈ അർജു. അതന്നെ. എന്ത് ചെയ്യണം എല്ലാം പറഞ്ഞു. ഞാൻ കൂടെ എന്റെതും കൂടി ചെയ്യണ്ടേ? എന്തും കൂടി ചെയ്യണ്ടേ? വെള്ളേക്ക് അടിച്ചു പൊട്ടിക്കടാ. എന്തുണ്ടായിട്ടാ പിന്നെ വിശേഷം? കൊറേ ആയല്ലോ നാട് വിട്ടിട്ട്. 3 ദിവസമായി. നാട് വിട്ടപ്പോ എന്ത് തോന്നി? സമാധാനം തോന്നിയോ? അല്ല, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ക്രിസ് ലൈഫല്ലേ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. പിന്നെന്താ ചോദിക്കാൻ? ബാക്കി വിശേഷങ്ങൾ പറ. ക്രിസിന് പുതിയ മറ്റേ സിറ്റ്കോം കണ്ടായിരുന്നു, ടോം ജെസി. സൂപ്പർ, ഒന്നും പറയില്ല, അടിപൊളിയായിരുന്നു. പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മുത്താണ് അയച്ചു തന്നത്. അങ്ങനെ സൂപ്പറായിരുന്നു. ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, സൂപ്പർ. ആ ഒരു ക്യാരക്ടർ ത്രൂ ഔട്ട് വരട്ടെ, കലക്കട്ടെ. അടിപൊളി. ആ ഒരു എന്താ പറയണ്ടേ, ലാസ്റ്റ് ആ കൈ കൊടുക്കുന്നില്ലേ, ആ ഒരു സംഭവം പോലും, ഒരു മൈന്യൂട്ടായ സംഭവം പോലും കണ്ടുകൊണ്ടില്ല. ആ ഫേസ് എക്സ്പ്രഷൻ പോലും സൂപ്പർ. യു ആർ എ ബ്രില്യൻറ്റ് ആർട്ടിസ്റ്റ്. ഇങ്ങനെയുള്ള ഇന്റർവ്യൂ കൊള്ളും. തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ പോയി, തൃശ്ശൂരിൽ നിന്ന് പരവൂർ പോയി, പരവൂരിൽ നിന്ന് എറണാകുളം വന്ന് ഒരു മാജിക് ഷോയിൽ പോയി. ആ മാജിക് ഷോ കണ്ട് ഇന്റർവ്യൂ കൊടുത്ത് അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇന്നത്തെ പേഷ്യൻസ് ഉണ്ടായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു, പഠിക്കാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പറയണം, ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് കാണാം. ഇവിടെ സൽക്കാരിന്റെ അപ്പുറത്ത് പാതിരാക്കോഴി അവിടെ സൂര്യാസ്, ആലുവ ഈ സൈഡ് നല്ല അപ്പം ബാക്കി വിശേഷങ്ങൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് പറയാം. ഒരു ബൈ പറ ചേച്ചി. ബൈ പറ മോനെ. ഒന്നും കൂടി നിന്റെ യൂട്യൂബിന്റെ പേര് പറഞ്ഞോ. ബ്ലോഗ് ബൈ. ഇനി പറഞ്ഞു തന്നിട്ടില്ല, ഒന്നും വേണ്ട. എല്ലാവരും ചെയ്യേണ്ടതൊക്കെ ചെയ്തോന്ന്. ബൈ. ഞാനും ഏട്ടനും ഇതാ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. സൽക്കാര അല്ല, സൽക്കാര കാണിച്ചു തരാം. അപ്പൊ ഇവിടുന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ പോന്നു. ഒരു കോഴിയും ഫുൾ ചിക്കൻ അങ്ങ് കഴിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഫുൾ ചിക്കനൊന്നും എന്തായാലും കഴിക്കില്ല. ഞാൻ നോക്കട്ടെ, ആരും അറിയാൻ കഴിക്കാം. അതെ.
ഞാൻ ഇവിടെ ഇറങ്ങണം കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇറങ്ങട്ടെ. അപ്പം ഞാൻ ഫസ്റ്റ് ഇറങ്ങട്ടെ. സൽക്കാരയിലെത്തി. ലൈറ്റ് ഉണ്ടല്ലോ. ഏട്ടന് ഓർഡർ ചെയ്യുന്നുണ്ടോ? ചായ ചായ എന്നെ നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ്. ഞാൻ നിർത്തിയതായിരുന്നു, പക്ഷെ ഒന്ന് തുടങ്ങാം. ചായ പറയാം. ഒരു ചായ കുടിക്കാം. അതൊന്ന് കഴിച്ചോളും. ചോദിക്കാം. ഒച്ചപ്പാടുണ്ട്, ചോദിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കോളുണ്ട് അമ്മുവിൻ്റെ. ഹലോ, വാട്ട് ആർ യു തിങ്കിങ്? Just the thought whether the tea will be too much or will the mojito be more tastier. Will the Szechuan fried rice be okay with the curry I have ordered? Deep thoughts. ചായ കുടിച്ചാൽ ചോറ് തിന്നാൻ വയറുണ്ടാവും. അപ്പോൾ ചോറ് തിന്നാൽ അപ്പോൾ മൊയ്റ്റോ കുടിക്കാൻ വയറുണ്ടാവും. ഇത്രയും വയറുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്താ? മറ്റേ മമ്മൂട്ടിയുടെ ഡയലോഗ് ഓർമ്മ വരുന്നു. എന്താണ്? ചക്ക പൊടിക്കാൻ മാവില് ചെന്നപ്പോൾ അവിടെ പ്ലാവുമ്പോൾ ചക്കയില്ല. സംഭവം എന്തല്ലോ ഡയലോഗ്, അതൊക്കെ ഓർമ്മ വരുന്നു ഇപ്പൊ പറയുന്നു. ഇവിടെ എങ്ങനെ പേഷ്യൻസിലൊക്കെ കണ്ടു കഴിഞ്ഞോ? കഴിയാറായി. ഇനിയിപ്പോൾ നാളെ രണ്ടുപേരും കൂടെ ഒരാൾക്ക് വോയിസ് ഓവർ ക്ലാസ് എടുക്കാനാണ്, പിന്നെ ഒരാൾക്ക് ശ്വാസം. രണ്ട് പേഷ്യൻസ് കൂടെ കഴിഞ്ഞാൽ വലിയച്ഛനെയും കൂടെ കണ്ടിട്ട് കാണാൻ പറ്റില്ല. വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വലിയച്ഛനെയും കൂടെ കണ്ടിട്ട് നാളെ വൈകുന്നേരം ചെല്ലാം. അതിന് മുന്നേ എല്ലാം തീർക്കണം. ടൈം ബൗണ്ടായിട്ട് ഇങ്ങനെ ഇന്ന് രാവിലെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം? ഇപ്പോൾ ഇതിപ്പോൾ ക്രിസ് എറണാകുളത്തല്ലേ, ദിവ്യ ഷൂട്ടിന് വന്നതല്ലേ? അപ്പം നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് മീറ്റ് ചെയ്തിട്ടല്ലേ വന്നത്? അപ്പം വീണ്ടും ഇത്ര 40-45 മിനിറ്റ്, പിന്നെ റഷും കാര്യങ്ങളായപ്പോൾ ഒരു 1 hourന് മുകളിൽ പോയി. അപ്പോൾ ഇത്ര റിസ്ക് എടുത്ത് വെച്ചാൽ ലൊക്കേഷനിൽ വന്നപ്പോൾ ഒക്കെ അവിടെ ഫുഡ് കിട്ടുമല്ലോ. ഫുഡിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ, അവിടെ ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു മൈൻഡ് വന്നു? നമ്മൾ ഇന്ന് ജീവിക്കുന്നതിലാണ് ഏറ്റവും പ്രാധാന്യം. നാളെ ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ ഇന്ന് ജീവിക്കുമ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ട്, ഇന്ന് ദിവ്യ ഇവിടെ ഉണ്ട്. അപ്പോൾ വണ്ടിയെടുത്ത് ഇവിടെ വരികയെന്ന് പറഞ്ഞാൽ അപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഞാൻ നാളെ ഇല്ലെങ്കിൽ ഞാൻ ഇന്നലെ കണ്ടല്ലോ. എന്താ മറുപടി ഇല്ലേ? നല്ല വ്യൂട്ടാ, സൂപ്പർ ഇല്ലേ? പൊളിയല്ലേ? അപ്പം നമ്മൾ സംഭവങ്ങൾ, ബഹുലമായ സംഭവങ്ങളൊക്കെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളും. അതുകൊണ്ട് കേൾക്കുക. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആളൊഴിഞ്ഞ സ്ഥലത്തുനിന്ന് ചോദിക്കണമായിരുന്നു. സാരമില്ല, വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാനൊരു ആങ്കറായി ആയിട്ട് വരാം. ഓക്കെ. വാട്ട് ഈസ് ദിസ് ക്രിസ്? ഇത് ഡാൻസിങ് ചായ. Dancing chaya? Dancing tea. Dancing tea. Yeah. This is This is masala not tea. chaya, this is tea. Yeah, this is masala tea. Huh? Masala tea. Masala tea. Masala tea ആണ്. മസാല ചായ അല്ല, ടീ ആണ് കേട്ടോ. ടീ. ഇതാണ് ഡാൻസിങ് ചായ അല്ല, ഡാൻസിങ് ടീ. ഇളക്കി കൊടുക്കണ്ടേ? അപ്പല്ലേ ഡാൻസ്. മുട്ടു തൊട്ടു
കളിക്ക് ഡാൻസ് കളിക്കും മിസാല ടീ എങ്ങനെയുണ്ട്? ഗുഡോ? യെസ്, നല്ല ചായ അല്ല, ഗുഡ് ടീ. മിസാല ടീ ഇസ് ഗുഡ് ടീ. Okay, good tea. Ini kudiku. Masala tea is good tea. Ini Masala tea is good tea. Ini kudiku. ഇനി കുച്ചി കുടിക്കട്ടെ കുറച്ച്. എന്ത് ഭ്രാന്തല്ലേ? കുടിക്കട്ടെ. അല്ല, ഡാൻസിങ് ടീ ഒക്കെ കൊണ്ടുവച്ചോ. അതിപ്പോ എങ്ങനെ പൊടിക്കും എന്നറിയില്ല. എങ്ങനെയാ? Okay. Okay. Wow, nice. അവർ ഡാൻസിൽ തകർത്താടുകയാണല്ലേ. അതിപ്പോ ചായ, ഇപ്പോഴേ കറക്റ്റ് ചായ. താങ്ക് യു. ഇതിപ്പോ എല്ലാവരും വിചാരിക്കും ഇത് ഈ വീട്ടിൽ നിന്ന് കുടിക്കുന്ന കട്ടൻ അല്ലെ, കാപ്പിയും ഇതെല്ലാം ഒരേ ഗ്ലാസ് ആണല്ലോ അല്ലേ. ഇപ്പൊ ഞാൻ ഡാൻസ് കളിക്കേണ്ടി വരൂലേ? റൂമിൽ പോയിട്ട് കളിക്കാം ഡാൻസ്. നിങ്ങൾ വിചാരിക്കും അപ്പൊ അയ്യോ ഷൂട്ടിന് വന്നതല്ലേ? ഹസ്ബൻഡിനും കൂടി കറങ്ങാൻ വന്നതല്ല. ഏട്ടൻ ഫുഡ് കഴിച്ചാൽ എന്നെ കൊണ്ടുവിട്ടിട്ട് പോകട്ടെ. ഏട്ടനവിടെ വർക്കുണ്ട് അല്ലേ? ബിസി മാനാണ്, ബിസി മാൻ. എങ്ങനെയുണ്ട് ക്രിസിന്? ഇഷ്ടപ്പെട്ടോ? എനിക്കും ഇഷ്ടപ്പെട്ടു. എങ്ങനെ? നല്ല ചായ. ഗുഡ് ടീ. Good tea. It's good tea. Good tea is good tea. തട്ടിക്ക കുറച്ച് മതി. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. കൈ കഴുകിയിട്ടില്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അത് ക്ലീൻ ചെയ്തല്ലേ. അല്ല, നമുക്ക് ഫിംഗർ ബോൾസ് വരുമല്ലോ. സൈഡ് ചെയ്യുന്നു. അപ്പം ലൈം വാട്ടർ ഹോട്ട് വാട്ടറിൽ ഇട്ടിട്ട് കൈ കഴുകാൻ മടി പിടിച്ച ആൾക്കാർ അതിനെ ഫിംഗർ ബോൾ എന്ന് പറയും. നമ്മളെ കുടിച്ച് കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സിച്ചുവാൻ പ്രോവിൻസിലുള്ള സെജുവാൻ ഫ്രൈഡ് റൈസ്. ശരിക്കും പറഞ്ഞാൽ ചുവന്ന മുളകല്ല. അത് എനിക്ക് മര്യാദയ്ക്ക് പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഉള്ള കാര്യമില്ല. അതുപോലെ സെജുവാൻ എഗ് ഫ്രൈഡ് റൈസും എഗ് ഫ്രൈഡ് റൈസും പിന്നെ ഡ്രാഗൺ മഷ്റൂം പിന്നെ ചാൻസി മസാല ടീ പിന്നെ ഹോട്ട് വാട്ടർ. ഇനി വരാനുള്ളത് മൊഹിറ്റോ. വരും അല്ലേ? മൊജിറ്റോ അല്ലത്, മൊഹിറ്റോ. അപ്പൊ അങ്ങനെ കുഴിമടിയന്മാർക്കുള്ള പാനീയം റെഡിയാണ്. കാണിച്ചു കൊടുക്കണ്ട. മടിയൻ ചുമ്മാ നല്ല ചൂടുവെള്ളം നാരങ്ങക്കിട്ട് സൂപ്പർ അല്ലേ? അപ്പം നമ്മൾ പുതിന നട്ടിട്ടുണ്ട്. പുതിന മുളച്ചു വന്നു, ഇലകൾ വന്നു. മൊഹിറ്റോ എന്നുള്ള ഡ്രിങ്ക് ഇത് മെക്സിക്കൻ ഒറിജിനിലാണ് വരിക. അതായത് ഒരു കട്ടി ബോട്ടമുള്ള ഗ്ലാസ്സിൽ ചതയ്ക്കാനുള്ള തടി കൊണ്ടുള്ള ഒരു സാധനം ഇട്ടിട്ട് അതിൽ പുതിനയും ഐസും കൂടി ഇട്ടിട്ട് ചതയ്ക്കും, നാരങ്ങയും കൂടി ഇട്ടിട്ട് ചതയ്ക്കും. എന്നിട്ട് അതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ വെർജിൻ മൊഹിറ്റോ ആണ്. ഡ്രിങ്കിലാണെന്നുണ്ടെങ്കിൽ അതിൽ വൈറ്റ് റം അല്ലെങ്കിൽ വോഡ്ക പോലത്തെ വൈറ്റ് സ്പിരിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്
മൊയ്റ്റോ ഉണ്ടാക്കുന്നത്. യൂഷ്വലി റമ്മാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വൈറ്റ് റം ഒഴിച്ച് അതിൻ്റെ മേലിൽ നമ്മൾ സോഡ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് മൊയ്റ്റോ. അപ്പോൾ ഇവിടെ വെർജിൻ മൊയ്റ്റോ ആണ്, ഫ്ലേവർ ഉണ്ട്. ഇത് പാഷൻ ഫ്രൂട്ടാണ്, അത് ക്ലാസിക് മിന്റ് ആണ്. ഇതാണ് ശരിക്കും മൊയ്റ്റോൻ്റെ ടേസ്റ്റ്. ഇത് ഒറിജിനൽ. ഇല്ല കുടിച്ചിട്ടില്ല. കുടിച്ചിട്ടില്ലല്ലോ, കുടിച്ചിട്ടില്ല. ഇത് ഒറിജിനൽ മൊയ്റ്റോ, ഇത് പാഷൻ ഫ്രൂട്ട് മൊയ്റ്റോ. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചു. ഇത് അവിടുന്ന് ഇറങ്ങി സൽക്കാര ആലുവ അല്ലേ? ആലുവയിലല്ലേ ഇവിടെ? ആലുവല്ല, ഇത് നെടുമ്പാശ്ശേരി. ഓ ശരി, എയർപോർട്ടിന്റെ തൊട്ടടുത്ത് നമ്മുടെ കാലിക്കറ്റ് പാരഗന്റെ ഏറ്റവും ഇളയ തലമുറയായ സുമേഷിന്റെ. ഒന്നുകൂടി പറഞ്ഞു, ഇവിടെ കറക്റ്റ് സ്ഥലം, നല്ല ഫുഡ് കഴിക്കാൻ നല്ല നല്ല സ്ഥലം അന്വേഷിച്ച് പോണം. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്, ഏട്ടനാണ് കൊണ്ടുവന്നത്. പറഞ്ഞു ഏതാണ്? സൽക്കാര നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ തിരിയുന്ന ആ ജംഗ്ഷൻ അവിടെയാണുള്ളത്. നല്ല ടേസ്റ്റ്, നമുക്ക് നല്ല ടേസ്റ്റില് ഫുഡ് കുറച്ച് കഴിച്ചാലും മതിയല്ലോ. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ഏരിയയിലേക്ക് പോകുന്നവരുണ്ടെങ്കിലോ സൽക്കാരയിലേക്ക് കയറുക. ഇവര് നമ്മൾ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, നല്ല ഫുഡ് കിട്ടി. അപ്പൊ നമ്മള് നല്ലതെന്ന് പറയണല്ലോ. അത് പണ്ട് സുമേഷ് ദുബായില് കാലിക്കറ്റ് പാരഗൺ തുടങ്ങിയ സമയത്താണെങ്കിലും, അവിടെ സതീഷ് ഉണ്ടായിരുന്ന സമയത്ത് സൽക്കാര തുടങ്ങിയപ്പോഴാണെങ്കിലും, അത് കഴിഞ്ഞ് കാലിക്കറ്റ് നോട്ട്ബുക്ക് തുടങ്ങി നമ്മുടെ സതീഷ് കാലിക്കറ്റ് നോട്ട്ബുക്ക് തുടങ്ങി. നോട്ട്ബുക്കിന്റെ നോട്ട് 8ലും പോയിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ കാലിക്കറ്റ് പാരഗണിൽ നമ്മൾ കാലിക്കറ്റ് പോകുമ്പോൾ അവിടെ പോയി ബിരിയാണിയും കഴിക്കാറുണ്ട്. കാരണം നല്ല ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പിന്നെയും പോകും. അതെ, നമ്മള് ട്രിവാൻഡ്രത്ത് പാരഗണില് അറിയുന്ന കാര്യമല്ല, ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നല്ല ഫുഡ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് അത് തന്നെയാണ്, അതായത് പാരഗണിന്റെ വേറൊരു വേർഷൻ. അത്രയും സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും അല്ല, ഇവിടുന്ന് കഴിച്ചവർക്കൊക്കെ അറിയാം. കാരണം വമ്പ തിരക്കാ. എന്താ തിരക്ക് അറിയോ? അവിടെ ക്യൂ നിൽക്കേണ്ട പോലെ നിന്ന് കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, നല്ല ഫുഡ് കിട്ടി. അപ്പം എനിക്കിവിടെ സ്റ്റേ ചെയ്യേണ്ട സ്ഥലത്ത് എത്താറായി. ഇനിയിപ്പം എന്നെ കൊണ്ടുവിട്ട് ഏട്ടന് ഇനി എറണാകുളത്തേക്ക് പോകണം. ഇപ്പൊ വലിയ കുഴപ്പമില്ലാന്ന് തോന്നല്ലേ? ട്രാഫിക് ഇല്ല. രാത്രി കഴിഞ്ഞാൽ ഈ എയർപോർട്ടിന് സ്ട്രെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ ട്രാഫിക് ഉണ്ടാവും. ഇത് വൈകുന്നേരം സമയത്ത് മഴയും കൂടെ ആയതുകൊണ്ട് കലൂര്, എടപ്പള്ളി അവിടെ എല്ലാം ഇങ്ങനെ നിന്ന് വരാൻ പറ്റുള്ളൂ. കാരണം ട്രാഫിക് ഉണ്ട്. പിന്നെ എല്ലാവരും സൂക്ഷിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അടുത്ത 3 ദിവസം കാലവർഷം തുടങ്ങി നല്ല മഴയാണ്. അപ്പോൾ പല പത്തനംതിട്ട തൊട്ട് തൃശ്ശൂർ വരെയുള്ള എല്ലാ 6 ഡിസ്ട്രിക്ട്സിനകത്തും ഓറഞ്ച് അലേർട്ടും ബാക്കിയുള്ള എല്ലാ ഡിസ്ട്രിക്ട്സിലും യെല്ലോ അലേർട്ടും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഈ മഴക്കെടുതി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സേഫ് ആയിട്ടിരിക്കുക. യാത്ര ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുക. ഹെവി റെയിൻ ആകുമ്പോൾ AC യൂസ് ചെയ്യുന്ന ആൾക്കാർ ഫോഗ് ആവാതെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. ഹെഡ്ലൈറ്റ്സ് യൂസ് ചെയ്യുക. പിന്നെ വെറുതെ ഡബിൾ ഇൻഡിക്കേറ്റർ, ഹസാർഡ് ലൈറ്റ് ഇട്ടിട്ട് ആൾക്കാർ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണെന്നുള്ള തോന്നൽ കൊടുക്കരുത്. വളരെ കെയർഫുൾ ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുക. കാരണം മഴയാകുമ്പോഴത്തേക്ക് ശരിക്കും കാണത്തില്ല. സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ ഞാനിതാ ഇവിടെ എത്തി. അറിയില്ല, എനിക്കറിയില്ല. ഇല്ല, ഞാനിത് റൂം കിട്ടിയതാ. വന്നിട്ടുണ്ടാവില്ലല്ലോ, അവരത് വന്നിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ വരുന്നില്ലേ ഇനി? രാവിലെ നിനക്ക് തുടങ്ങുന്ന എനിക്ക് തുടങ്ങണം. എനിക്ക് 6:10. നാളെ എനിക്ക് 6 മണിയാകുമ്പോൾ എനിക്ക് അമ്പലത്തിലും പോകണം. കാരണം നാളെ പേഷ്യൻസിന് നാളെ എറണാകുളത്തുനിന്ന് പോവല്ലേ. അപ്പൊ ശിവൻ അമ്പലത്തും അമ്മങ്കൂലും കൂടെ പോകാം. അപ്പൊ ഓക്കെ, ബൈ കുട്ടി. എന്റെ ബ്ലോഗിൽ ഞാൻ ഇടും. മറ്റുള്ളവർക്ക് കൊടുത്തില്ലല്ലോ, ഞാൻ മീൻസ് വീഡിയോ മറ്റുള്ളവർക്കല്ലല്ലോ കൊടുക്കും, ഞാൻ എന്റെ ബ്ലോഗിൽ ഇടുന്നതാണ്. അപ്പൊ ഓക്കെ, ബൈ പറ. അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് വേണമെന്നാണ് അല്ലേ? അത് ഞാൻ ഓഫ് ചെയ്ത്. അതെ, അങ്ങനെയാണ്. ഞാൻ ഓഫ് ചെയ്ത് പറഞ്ഞ് മനസ്സിലങ്ങ് മാറ്റിക്കളഞ്ഞു. എന്ന് ചെയ്യും. പക്ഷെ എനിക്കങ്ങനെ മനസ്സൊന്നും മാറാത്തതുകൊണ്ട് ഞാൻ കൊടുത്തു കേട്ടോ. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ.